ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു നോവൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലും ഒക്കെ വായിക്കുന്നുവെങ്കിൽ, അതായത് നമ്മൾ ബുക്ക് ഒരു എവിടെയെങ്കിലും പോയി ഒരു ബുക്ക് സ്റ്റോളിൽ പോയി നമ്മൾ മേടിച്ച് അല്ലെങ്കിൽ നമ്മളത് എടുത്ത് വായിക്കുന്നതിനെക്കാട്ടി നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ മൊബൈലിലൊരു ആപ്ലിക്കേഷൻ വഴി നമുക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ DC ബുക്സ് എന്നാണ് എൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അതൊന്ന് ഫ്രീ ആണ്, നമുക്ക് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. DC ബുക്സ് എന്നാണ്. DC ബുക്സ് ഇതാണ് ആപ്ലിക്കേഷൻ. ഓൾറെഡി ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നമ്മൾ ഇമെയിലോ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്, DC ബുക്സ്. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ ഒരു നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫേസ്ബുക്കോ മെയിലോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഓപ്പൺ ആവും. അപ്പം നമുക്കതിനകത്ത് ഒരുപാട് ബുക്സ് നമ്മൾ ഇംഗ്ലീഷ് ബുക്കുകൾ തന്നെ നമ്മളെ മലയാളം രീതിയിലേക്ക് മാറ്റി നമുക്കത് വായിക്കാൻ കഴിയും. അപ്പം ഞാൻ ഇതെല്ലാം വായിച്ച് കഴിഞ്ഞതാണ്, എന്നിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻ വേറെയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതിന് കുറേ നമ്മൾ ഫ്രീ ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ ഇത് ഫ്രീ ആണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കണ്ടല്ലോ, മുട്ടത്തു വർക്കി എഴുതിയ ഇണപ്രാവുകൾ എന്ന ഒരു നോവലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കത് മൊത്തവും ഇങ്ങനെ നീക്കി ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നമുക്കത് വായിക്കാൻ കഴിയും. ഇംഗ്ലീഷ് അല്ല, മലയാളമാണ്, ഫുള്ള് മലയാളമാണ്. ഒന്ന് കണ്ടില്ലേ, 1 2 കണ്ടില്ലേ, ഇതിപ്പോൾ 1, ഇതിപ്പോൾ 2. അപ്പം ഇങ്ങനെ നമുക്ക് വായിക്കാം. അപ്പം ഇത് ഇപ്പോഴത്തെ എല്ലാവരും മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നു. വായന എന്ന് പറയുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കുറവാണ്. വായന വന്നാൽ മാത്രമേ അറിവുണ്ടായാൽ മാത്രമേ നമുക്ക് വലിയ കാര്യങ്ങളെ പറ്റി ചിന്തകൾ വരൂ, നല്ല നല്ല വാക്കുകൾ വരൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുട്ടികളിലായിരുന്നാലും നമുക്കായിരുന്നാലും വായിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും വേണോ എവിടെ വേണോ കൊണ്ടുപോകും. നമ്മൾ മൊബൈലിൽ കൊണ്ടുപോകാത്ത സ്ഥലമില്ല. അപ്പോൾ അവിടെ തന്നെ നമുക്കത് വായിക്കാൻ കഴിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടാവും, അത് ഉറപ്പാണ്. വായിക്കാം, നമുക്ക് ഫ്രീ. ഇപ്പം നമ്മൾ ജോലി കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊക്കെ ഫോണിലുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കാം. നമ്മൾ കൂടുതൽ സമയവും മൊബൈലിൽ ഫേസ്ബുക്കും വാട്സപ്പിലും സെൻഡ് ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള വായന ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ഇപ്പോൾ ഒത്തിരി നോവലുകൾ ഇതിനകത്തുണ്ട്. ഇപ്പം ഞാൻ ഇത് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ ഒത്തിരി ഞാൻ വായിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് വായനാശീലമുള്ള ഒത്തിരി പേർക്ക്, അല്ലെങ്കിൽ വായിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു നോവൽ എഴുതണം, അല്ലെങ്കിൽ നമുക്കൊരു സിനിമ എഴുതണം, അല്ലെങ്കിൽ നമുക്കൊരു കഥ എഴുതണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരം വരും, തീർച്ചയായിട്ടും ഉപകാരം വരും, അത് ഉറപ്പാണ്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ വീഡിയോയിലൂടെ ഞാൻ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.